ചേച്ചി ഞാൻ നീണ്ടു പോവാന്നുള്ളൊരു എക്സ്ക്യൂസിലേക്ക് ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് നിങ്ങൾ നോക്കുക. പല പ്രഖ്യാപനങ്ങളും ഇപ്പം നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്കത് റിവോക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്ന തരത്തിൽ പല ഡെവലപ്മെന്റ്സും ഉണ്ടായി. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അത് ടൈംലി ആവുക എന്നുള്ളത് തന്നെയാണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരിക എന്നുള്ളതാണ്. വർഷങ്ങളായി കോൺഗ്രസിന് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നേതാക്കളെ അല്ലെങ്കിൽ പ്രവർത്തകരെ മാറ്റിയിട്ട് ഇന്നലെ CPM ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നതിന് ഭയങ്കര സമൂഹ മാധ്യമ പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ അടക്കമുള്ള കാര്യങ്ങൾ. അത് ശരിയാണോ? അത് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അതിപ്പം അങ്ങനെ അതിനകത്ത് പ്രയാസം പറയുന്ന പ്രവർത്തകരെ ഇപ്പം അവർ പറയുന്നത് തെറ്റാണെന്ന് തള്ളി പറയാനോ അല്ല. അതൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഡെവലപ്പ് ആവുന്നതാണ്. ഇവിടെ CPM-നകത്ത് പിന്നെ ഈ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്ന ചില ആളുകളോട് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ കലഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പം അതൊരു സാധാരണ ആ പാർട്ടിയിൽ അത്ര ധൈര്യത്തോടെ ആളുകൾ അങ്ങനെ ഒന്നും പറയാറില്ല. ഇത് ഇന്നോവ തിരിയോന്ന് ആൾക്കാർക്ക് ഉറപ്പില്ല. അങ്ങനത്തെയൊക്കെ പേടിയുള്ള ഒരു സമയത്തും അതിൻ്റെ ഉള്ളിൽ മാത്രം ഇത്രയും വർഷം ഇപ്പം ഇന്നലെ TK ഗോവിന്ദന് കഥയം നടത്തിയ പത്രസമ്മേളനത്തിൽ 10-75 വയസ്സെനിക്കായി. ഈ വർഷങ്ങളിൽ മുഴുവൻ പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം ഉള്ളിൽ മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരാൾ ഇതാദ്യമായിട്ട് ഞാൻ പുറത്ത് പറയേണ്ടി വരികയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഡെവലപ്പ് ആവുകയാണ്. അപ്പം അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേവലം സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം. അത് ആരെയും അവഗണിക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളല്ല. ആ രാഷ്ട്രീയ സാഹചര്യത്തോട് കോൺഗ്രസ് പാർട്ടി റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതിലിപ്പം എല്ലാവരും ഒരേപോലെ ഇപ്പം 100 പ്രവർത്തകരുണ്ടെങ്കിൽ 100 പേരും അത് അംഗീകരിക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. ചിലപ്പം അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരും ഉണ്ടാവും. എൻഡ് ഓഫ് ദ ഡേ ജനങ്ങൾക്കും പാർട്ടിക്കും ഗുണപരമായ സ്റ്റാൻഡിലേക്ക് എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. പക്ഷെ അപ്പുറത്ത് ഈ പിണങ്ങി പോകുന്നതിനെ പരിഗണിക്കുന്നില്ല. ലതിക സുഭാഷിനെ പരിഗണിച്ചിട്ടില്ല, അനിൽകുമാറിനെ പരിഗണിച്ചില്ല, സരിനെ പരിഗണിച്ചിട്ടില്ല. അവരങ്ങനെ സ്റ്റാൻഡാണല്ലോ എടുക്കുന്നത്. അത് അവരാലോചിച്ചോട്ടെ. അവരുടെ പാർട്ടിയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നും കൂടെ ഞാൻ പറയാൻ തീരുമാനിച്ചാൽ അത് അവരുടെ തീരുമാനമാണല്ലോ. പിന്നെ അവിടെ പോകുന്നവരും ആലോചിച്ചോട്ടെ. അത് അവരുടെ തീരുമാനമാണ്. അദ്ദേഹം തന്നെ പറയുന്നു, ഈ PK ശശിയുടെ തീവ്രത അളക്കാൻ നിങ്ങളടക്കമുള്ളവർ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ആളാണ്. ഇത്തരം ആളുകളൊക്കെ വരുമ്പോൾ അവിടുന്ന് ആരും പോരട്ടെ എന്നൊരു സമീപനം ഉണ്ടോ? ആരും ഞങ്ങൾ അവരാണ് കുറച്ചുകൂടെ മേന്മ ഉള്ളവർ എന്നൊരു നിലപാട്, അങ്ങനെ ഒരു തോന്നല്? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളിപ്പം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയും ഇന്നലെ പ്രഖ്യാപിച്ച 10-56 സ്ഥാനാർത്ഥി പട്ടികയും നിങ്ങൾ അങ്ങനെ എത്ര പേരെ കണ്ട്? 2-3 സീറ്റിലല്ലേ അത്തരം ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആര് വന്നാലും നാം അവിടെ സ്ഥാനാർത്ഥിയാക്കാന്ന് പറയുക, വരുന്നവരെ മുഴുവൻ സ്ഥാനാർത്ഥിയാക്കുക, അങ്ങനെ നടന്നിട്ടില്ലല്ലോ. ഇപ്പം 10-60ഓളം സ്ഥാനാർത്ഥികളെ നമ്മൾ ഏതാണ്ട് ഫൈനലൈസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുകയും ഡിക്ലെയർ ചെയ്യുകയൊക്കെ ചെയ്തതിൽ 2-3 പേരുടെ കാര്യത്തിലോ, ഇപ്പോൾ ഒരു തളിപ്പറമ്പിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു പയ്യന്നൂരിന്റെ കാര്യത്തിലോ അങ്ങനെ 2-3 സീറ്റുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടാവുന്നുള്ളൂ. അതിന്റെ അർത്ഥം എല്ലാവരും അങ്ങനെയാണോ? അല്ല. K. പ്രവീൺകുമാർ മത്സരിക്കുന്ന ഇവിടുത്തെ DC പ്രസിഡന്റ് അല്ലേ? KM അഭിജിത്ത് മത്സരിക്കുന്ന പഴയ KSU പ്രസിഡന്റ് അല്ലേ? ജയന്ത് മത്സരിക്കുന്ന KPC ജനറൽ സെക്രട്ടറി അല്ലേ? വിദ്യാബാലകൃഷ്ണൻ മത്സരിക്കുന്ന KPC ജനറൽ സെക്രട്ടറി അല്ലേ? പാർട്ടിക്കാരുടെ റാങ്കും ഫയലും കമ്മ്യൂണിറ്റി സൂരജ് KSU ജില്ലാ പ്രസിഡന്റ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ അതിലും പാർട്ടിക്കാരനല്ലേ 99% മത്സരിക്കുന്നു. 1-2 സീറ്റിൽ ഉണ്ടാവുന്ന. പിന്നെ CPM അതിനകത്ത് ഇങ്ങനെ വലിയ കോലാഹലവും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരിപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ചെയ്ത എന്താന്നുള്ളത് അവരും കൂടെ ആലോചിച്ചിട്ട് അവനെ പറ്റി പറയട്ടെ എന്നുള്ളതാണ്. കൈയടയുണ്ടോ? പോവാരായെങ്കിൽ എന്നാ പിന്നെ അത് ഒന്ന് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല പിന്തുണയും പിൻബലവും ഉള്ള സ്ഥലമാണ്. പിഷാരടി ഇപ്പം ഞാൻ ഓർക്കുക, കേരളത്തിൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി കടന്നു വന്നു. ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു യുണൈറ്റിംഗ് എക്സസൈസ് ആയിരുന്നു. ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു എക്സസൈസ് ആയിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയം ജനങ്ങളെ വിഭജിക്കാൻ മാത്രമായിട്ട് മാറുമ്പോൾ ഇന്ത്യ മുഴുവൻ തെരുവിൽ നടന്ന് നീങ്ങി ആളുകളോട് ഒരുമിപ്പിക്കാൻ പറഞ്ഞൊരു വലിയ പൊളിറ്റിക്കൽ എക്സസൈസാണ്. ആ എക്സസൈസിൽ അന്ന് കോൺഗ്രസ് അധികാരത്തിലില്ല. അന്ന് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ, എനിക്ക് തോന്നുന്നു പിഷാരടി താമസിക്കുന്ന കോർപ്പറേഷനിൽ പോലും കേരളത്തിൽ അന്ന് അധികാരത്തിലില്ല. അപ്പോൾ ഒരു അധികാരവും കോൺഗ്രസിന് ഇല്ലാത്തൊരു സമയത്ത് രാജ്യം ഒരുമിക്കുന്ന ഒരു മൂവ്മെന്റിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഒരാളുടെ ഒരു ഐഡിയോളജിക്കൽ സപ്പോർട്ട് ഉണ്ടല്ലോ. കോൺഗ്രസ് ആശയങ്ങൾ അദ്ദേഹം നിൽക്കാൻ തീരുമാനിച്ച സമയത്തെ ഇഷ്ടപ്പെടുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് കോൺഗ്രസ് പ്രവർത്തകർ. നിങ്ങളിപ്പം മറ്റെല്ലാവരും അധികാരത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സിനിമാ താരങ്ങളെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. വലിയ വലിയ താരങ്ങളൊക്കെ
അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോലും ഉറപ്പില്ലാത്ത തരത്തിൽ നിങ്ങൾ തന്നെ വ്യക്തിപരമായിട്ട് ആലോചിക്കുമ്പോൾ ഗവൺമെന്റ് പ്രഷർ കൊടുത്തത് കൊണ്ടാവും എന്ന് ചിന്തിക്കുന്ന പല ഇടപെടലുകളും നടത്തിയ വലിയ വലിയ താരങ്ങളെയൊക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. പക്ഷെ ഒരു അധികാരമില്ലാത്ത സമയത്ത് കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നൊരു കലാകാരനെ അനേകം കലാകാരന്മാർ അപ്പുറത്ത് നിൽക്കുകയും മത്സരിക്കുകയും അതിന്റെ പേരിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നുമല്ല. പാർട്ടി പ്രതിപക്ഷത്താണെങ്കിലും അധികാരത്തിലില്ലെങ്കിലും പാർട്ടിയോടൊപ്പം ഞാനുണ്ടെന്ന് പറയുന്ന ഒരാളെ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നതിനെ പോസിറ്റീവായി പാർട്ടി പ്രവർത്തകർ കാണും.